സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും നിഞ്ചാസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, നമ്മളിന്ന് നമ്മുടെ എല്ലാമായ മൈൻക്രാഫ്റ്റ് പോയിട്ടാണ് ഗെയ്സ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, അപ്പം നമ്മളാണെങ്കിൽ ഇവിടെയാണ് ഏതോ കുറ്റിക്കട്ടിലൊക്കെയാണ് സ്പോണായത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഗെയ്സ്, നമുക്ക് ഇവിടുത്തെ മരം അങ്ങ് വെട്ടാം. മരം വെട്ടി നമുക്ക് തുടങ്ങിക്കോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മൈൻക്രാഫ്റ്റിനകത്ത് മരം വെട്ടുവാണ് ഗെയ്സ്. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജാവ പ്ലെയർ ഞാനൊരു ബെഡ് റോക്ക് പ്ലെയർ അല്ല, ഞാൻ ജാവ പ്ലെയറാണ് ഗെയ്സ്. യെസ് ഞാൻ ജാവ പ്ലെയറാണ് ഗെയ്സ്. യെസ്, ഞാൻ ബെഡ് റോക്ക് പ്ലെയർ അല്ല. പി സി വീഡിയോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് അയക്കില്ല. യെസ്, അതാണ് ഞാൻ പി സി വീഡിയോ എടുക്കാറ്. അപ്പം നമുക്ക് എന്തായാലും മരം വെട്ടി തുടങ്ങാം. മരം വെട്ടിക്കോ, ചേട്ടൻ മരം വേണം ഗെയ്സ്. ഇത് ജെറി ബോസം ഇല്ലേ ഗെയ്സ്, ഇത് ജെറി ബോസമാണ്. ഓക്കെ, ഞാനിപ്പോൾ മൊബൈലാണ് ഗെയ്സ് കളിക്കുന്നത് ഗെയ്സ്. ഓക്കെ, പി സി കളിക്കാൻ എൻ്റെ മൈക്കില്ല. ഓക്കെ, നമ്മൾ മരം വെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് ആക്കിയിട്ട് നമുക്കൊരു ക്രാഫ്റ്റിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കാം. എന്നാലും ജാവ കളിക്കുന്ന പോലെ ആയിരിക്കും കേസ് അല്ലേ? യെസ്, പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇമോട്ടൊക്കെ ഇടാൻ പറ്റി. കണ്ടോ ഇമോട്ട്. ഓക്കെ, ജാവയ്ക്കത്തില്ല കേസ് ഇമോട്ട്. പിന്നെ അതിനകത്ത് വൈബ്രൻ്റ് വിഷ്വൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമുക്ക് ഓണാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഓണാക്കി കഴിഞ്ഞാൽ എൻ്റെ പി സിക്കകത്ത് താങ്ങത്തില്ല. പി സി അല്ലെങ്കിൽ മൊബൈലിനകത്ത് താങ്ങത്തില്ല, അടിച്ചു പോകും. ഓക്കെ, അതുകൊണ്ട് നമ്മളത് ഓണാക്കുന്നില്ല. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗെയ്സ്, നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് പിക്കാക്സ് നമുക്ക് ഇത് ആക്സ് അല്ലേ, ഇത് ആക്സ് ചെയ്ത് പിക്കാക്സ്. ഓക്കെ, ബെഡ് റോക്കിന് വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ ഗീസ്. ഒക്കെ ജാവ കളിക്കുന്നവരാണ് ഗീസ് അതിനിപ്പോൾ കളിക്കാൻ മതിയോ ലാഗ്. ജാവ കളിക്കുന്നവരാണ് ഗീസ് അതിനിപ്പോൾ കളിക്കാൻ മതി ഗീസ്. ഇതെന്താ ലാഗ് അടിക്കുന്നില്ല ആയിക്കറിയ. ഓക്കെ, ഒരു കട്ട ബ്ലോക്ക് ഗെയിമിനാണ് ഇത്ര ലാഗ്. എന്തുവാ ഇത് എനിക്ക് ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കോബിൾസ് എടുക്കാം. കുറച്ച് കോബിൾസ് എടുക്കാം ഗൈസ്. അയ്യോ എന്തോ. ഓക്കെ, എന്താണ്ടൊക്കെ കയറി വന്നു ഗീസ്. നല്ല ലാഗുണ്ട്. ഓക്കെ, ലാഗില്ലാതെ ഒരു ഗെയിം നമുക്ക് കിട്ടത്തില്ല ഗീസ്. ഗെയിമൊക്കെ അടിച്ചു പോകുന്നു. നല്ല FPS കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്താ FPS കിട്ടാത്തതുകൊണ്ട് FPS 35. എനിക്ക് ഗെയിമിനകത്ത് എൻ്റെ മൊബൈലിനകത്ത് എനിക്ക് 35 കിട്ടുന്നുണ്ട് ഗീസ്. ഗെയിമിനകത്താണ് ഇല്ലാത്തത്. ഓക്കെ, അപ്പം നമുക്ക് വുഡൻ്റെ സ്റ്റോണിൻ്റെ ടൂൾസിലോട്ട് നമുക്കൊന്ന് അപ്ഗ്രേഡ് ആക്കാം ഗൈസ്. യെസ് ഗൈസ്, നമ്മുടെ സ്റ്റോണിൻ്റെ ടൂൾസ് അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പശുവിനെയും കോഴിയെയും ആടിനെയൊക്കെ നമുക്ക് തല്ലിയെടുക്കാം. കാരണം ഫുഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ആടിനെയാണ് ഗൈസ്. നമുക്ക് ആടിന് ഇത് പശുവല്ലേ? യെസ്, പശുവൊക്കെ ചാവാൻ അങ്ങോട്ട്. കൈസ് നമുക്ക് എങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോ, എന്തെങ്കിലും ഉണ്ടോ? ഇത് കേവ് ആണെങ്കിൽ നമുക്ക് ലക്കാണ് കേസ്. കേവിനകത്ത് കുറ്റാക്കൂരി ഇരുട്ടും കേസ്. ഇതിനകത്ത് ഇരുമ്പാണ്ടിയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കുറ്റാക്കൂര ഇരുട്ടിലൂടെ ഞാനിതാ പോകുന്നു. താഴെ വീണല്ല. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴപ്പമില്ല, പേടിക്കേണ്ട കേസ്. നമ്മൾ പെട്ടെന്ന് കത്തുള്ളൂ. ഓക്കെ, എൻ്റെ പൊന്ന് ഇതെന്തോ ഇത്. ഇവിടെ സോമ്പിയുടെ സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അങ്ങനെ നമ്മൾ വിജയിക്കാനും വേണ്ടി നമ്മൾ ബെഡ് റോക്ക് ഫസ്റ്റ് നമ്മൾ ചത്തിരിക്കുകയാണ് ഗൈസ്. യെസ്, അപ്പം ലെറ്റ്സ് ഗോ. അപ്പം ഗൈസ് നമുക്ക് എന്തായാലും മരം വെട്ടി തുടങ്ങാം. വീണ്ടും നമ്മൾ അതേ ഇത് തന്നെ നമ്മൾ മരം വെട്ടുവാണ് ഗൈസ്. മരം വെട്ടിക്കോ.
ലെറ്റ്സ് ഗോ. ഞാൻ മരം വെട്ടി കുറച്ചായിട്ട് കാണാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മളങ്ങനെ സ്റ്റോൺ ടൂൾസിലോട്ടായിട്ടുണ്ട് ഗൈസൊക്കെ. ഈ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാനവിടെ അങ്ങ് വെച്ചിട്ട് വന്നില്ലയോ. ശരി, നമുക്ക് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി ഒന്ന് എടുത്തുകൊണ്ട് വരാം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടായിരുന്നു ഗൈസ്. ആ കേന്ദ്രം നമ്മുടെ കഴിഞ്ഞ നാൾ ഇത് തന്നെ ആയിരുന്നു തോന്നല്ലേ. ഓ ഗൈസ്, ഒരു ആട് വെട്ടി കൊല്ലാ ഗൈസ്. തന്നെ നമുക്ക് ഇങ്ങനെ കണ്ണാണ് ഗൈസ്. കൊല്ലു യെസ്. എവിടെയായാലും ബെഡ് റോക്കിലായാലും ജാവയിലായാലും ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂരത. ഇത്രയും നല്ലൊരു ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ക്രൂരത കാണിക്കുക, അതൊക്കെ നമുക്ക് സാധാരണ എല്ലാ മനുഷ്യന്മാർക്കും അതൊക്കെ ഉള്ളതാണ് ഗൈസ്. ഞാനിത് എന്തിട്ട് പറയുന്നത്. അപ്പം 63 സ്റ്റാക്ക് എടുത്തേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതൊരു വലിയ കുഴിയാണെന്ന് തോന്നില്ല. ബെഡ് റോക്കിനകത്ത് പിന്നെ കുഴിയേ ഉള്ളൂ. ഓ ഗൈസ്, അവിടെ ഒരു ലാഭ കാണുന്നുണ്ട്. ഞാൻ നമുക്കെന്താ ഇങ്ങോട്ടങ്ങ് ഇറങ്ങിയേക്കാം. ഇവിടെ കുറച്ച് കോളുണ്ട്. ഈ സമയം കോളം കണ്ടെത്തേക്കാം. കരി കാരണം നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കരി കൊണ്ടൊരു ടോർച്ച് തന്നെ ഉണ്ടാക്കും. ഇതെനിക്ക് ഒരു എപ്പിസോഡായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, 2 എപ്പിസോഡായിട്ട് വരും. ഓക്കെ, പാർട്ട് 2, പാർട്ട് 1 ഒക്കെ അങ്ങനത്തെയൊക്കെ ഓരോ ആഴ്ചകളിലായിട്ടാണ് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് വരുന്നത് ഗെയ്സൊക്കെ. ഞാൻ ഇപ്പോഴേ പറഞ്ഞു, ഓരോ ആഴ്ചകളായിട്ടാണ് എനിക്ക് ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് വരുന്നത് ഗെയ്സൊക്കെ. ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്ന പോലെ മൈൻക്രാഫ്റ്റ് വീഡിയോ നമ്മൾ ഇടത്തില്ല, ആഴ്ചയിലായിരിക്കും വരുന്നത് ഗെയ്സ്. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, ഇതെല്ലാം നമുക്കിങ്ങ് എടുത്തേക്കാം ഗൈസ്. ഓക്കെ, സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ലാവ ബക്കറ്റുണ്ട്. ഇത് ക്രീപ്പറല്ലേ, അവര് സോംബി ആയിരിക്കുന്നു. അയ്യോ, നോക്കിയാണ്. ഇവിടെ നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കല്ലോ. ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് എംബ്രാൾഡ് പെട്രോളിൽ നമുക്ക് എമറാൾഡൊക്കെ കിട്ടുന്നു. ഓക്കെ, സ്പൈഡർമാൻ ഓക്കെ. എരുമാണ്ടിയൊക്കെ എവിടുന്ന് കയറി വന്നു? ഓടിക്കുക ഗൈസ്, എരുമാണ്ടിയൊക്കെ കയറി വന്നേക്കൂ. ഉച്ചയ്ക്ക് കല്യാണ സദ്യക്ക് പിടിച്ചേക്ക പോലെ. ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ ഒന്നും ഒറ്റ അയൽ പോലും ഇല്ല. ഞാനെന്തിനാണ് ഇങ്ങോട്ട് കയറി? ഇവിടെ ഒറ്റ അയൺ പോലും ഇല്ല ഗൈസ്. ഇവിടെ ഇത് ഏടെടുത്താൽ വന്നു. ഇതിനെ കൊണ്ടൊക്കെ എന്തോ ചെയ്യാനാ. കൊല്ലവനെ, കൊല്ല് ചാടാ. ലെറ്റ്സ് ഗോ. ഗൈസ്, അവിടെ ഒരു വലിയൊരു ഇതുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്. ബട്ട് കുറേ മൂവ്സും ഉണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഫുഡും ഇല്ല ഗൈസ്. ചാവോ? ബെഡ് റോക്ക് അല്ല ഗൈസ്, പറയാൻ വേണ്ടി നമ്മുടെ കാത്തു കുറേ പടകൾ അവിടെ നിൽപ്പുണ്ട്. തിരിച്ചു പോകണോ? എന്തായാലും നമ്മൾ ചാവും ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓടാൻ ഗൈസ്. കാര്യം നമുക്ക് ഞാൻ കണ്ടില്ല. അവിടെ ഒരു എരുമാണ്ടിയൊക്കെ നിൽപ്പുണ്ട്. അയ്യോ കുടി. എടാ സ്കെൽട്ട, എന്നെ വെറുതെ വിടറാ. എന്നെ ഒന്ന് വിടറാ.
ആരെങ്കിലും പെട്ടെന്ന് കായെടുത്ത് പോകും. ചത്ത്. ആ സൂപ്പർ. ചത്ത്. ഇപ്പം ചാവും ഗീസ്. നിങ്ങൾ ആരും പിടിക്കണ്ട, ഞാനിപ്പം ചാവും. ഒരടി കൊണ്ടാൽ വിളിപ്പിച്ചു. ഓ എടാ, എന്തോ ജസ്റ്റ് മിസ്. എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു ഗീസ്. ഇല്ലെങ്കിൽ ഞാൻ ചത്തെന്ന് വിചാരിച്ചു ഗീസ് ഞാനിപ്പോൾ. ഓഹ് എൻ്റെ പൊന്നു. ഒരു കേവിലോട്ട് ഇറങ്ങിയതാണ് ഗീസ് ബെഡ് റോക്കിൽ. ഇത്ര ഹെൽത്തും കൊണ്ടാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2 അയണം കണ്ട് നമ്മളെടുത്ത്. അതൊക്കെ തന്നെ ധാരാളം. പോവാ ഇപ്പോൾ. ഹയ്യോ ഹയ്യോ ഹയ്യടാ ഹയ്യമ്മ ഓടിക്കോ. ഒയ് 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 പൊങ്ങ്. ഒയ് 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 ഓടോ. സൂപ്പർ നൈസ്. ഞാൻ എന്താ ഇവിടെ പോകണം. അതിപ്പോൾ എവിടെ ഞാൻ ആ അമ്പ് എവിടെ നിന്ന് വന്നെന്ന് പോലും എനിക്കറിയത്തില്ല ഈ സത്യം പറയാലോ. എനിക്ക് ആ അമ്പ് എവിടെ നിന്ന് വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. കഴിച്ച് ഇതിപ്പോൾ നൈറ്റാണ് കേസ്. നൈറ്റ് ഇപ്പം സേഫ് അല്ല. ആ തുള എവിടെ ആയിട്ടായിരുന്നു? തുളയില്ല, ഗുഹ എവിടെ ആയിട്ടായിരുന്നു? ആ ഇത് തന്നെയായിരുന്നു. എടാ 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 തനിക്കും തട്ടിപ്പ്. എടാ എൻ്റെ ലൂട്ടൊക്കെ എന്തിയടാ? എല്ലാം പോയോ? അയ്യോടാ. എടാ എൻ്റെ ലൂട്ടെല്ലാം പോയടാ. അല്ല ലൂട്ട് കുറച്ച് മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ മണ്ടയ്ക്കിനും വലിച്ച് കയറേണ്ട വരുമില്ല ദൈവമേ. ഇപ്പോൾ ഇത് പൊട്ടിച്ച് പോവാൻ കേസ്. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ആ ഗൂൾ എടുത്ത് വെച്ചിട്ടേ. ഒരൊറ്റ ഗൂളും കൊണ്ടാണ് ഞാൻ എന്താണ് ഇത്രയും പടി കയറേണ്ടത്. ആ പിക്കാക്സ് ഒന്ന് കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ. ഓരോന്നായിട്ട് കിട്ടി തുടങ്ങുന്നുണ്ട് കേസ് നമ്മുടെ ലൂട്ട്. ഇത് നമ്മുടെ മെയിൻ ഐറ്റംസ് കൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ മെയിൻ ഐറ്റംസ്. ഇത് ഉപയോഗമുള്ള സാധനം. ഇത് ഞാൻ ചുമ്മാ ബേസ് പണി, അഥവാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബേസ് പണിയാണെങ്കിൽ ഞാൻ എടുത്ത സാധനം കേസ്. ഇന്നത്തെ എപ്പിസോഡ് ബേസ് പണിയൊന്നും നടക്കത്തില്ലെന്ന് തോന്നുന്നു. എന്തോ അത് വീശത് അങ്ങോട്ട് ആ സംഭവം എന്ത് കാണുന്ന പോലില്ലേ സൂര്യക്ക്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ കുറേ സാധനം പോയി. ബെഡ്റോക്ക് പോരാ, ജാവ എടുത്തരം പോരാ ഗീസ്. നമ്മൾ ബെറ്റർ ജാവ തന്നെ. ബെറ്റർ ഈസ് ജാവ. ലെറ്റ്സ് ഗോ. സാധനം 29 രൂപയൊക്കെ ഉള്ളു ഗീസ്. എന്നാലും നമ്മുടെ ബെഡ്റോക്കിന് അത്രയും പോരാ. 29 രൂപയൊക്കെ ഉള്ളു സാധനം. എൻ്റെ പൊന്നോ, ഇത്രയും വലിയ കേവാ. ബെഡ്റോക്കിന് എന്തൊക്കെ എൻ്റെ കേവ് കൂടുതലാണെന്ന് തോന്നുന്നില്ല ഗീസ്. ജാവയ്ക്കകത്ത് ഒറ്റ കേവ് ഞാൻ വിചാരിക്കും. അയ്യോ ലാഗാണ്. ജാവയ്ക്കകത്ത് ഇതൊരു ഒറ്റ കേവ് ഞാൻ കണ്ടില്ല ഗീസ്. എത്രയൊക്കെ തപ്പിയാലും നമുക്ക് കേവ് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. നമുക്കെന്തായാലും നേരെ പോവാം. ഇവിടെ പമ്പിൻ ഇരിപ്പുണ്ട്. അപ്പോൾ വില്ലേജ് കാണാൻ ചാൻസ് കൂടുതലില്ലേ? നോക്കട്ടെ. വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ സീനായിരിക്കും കേസ്. നമുക്ക് അവിടെ സർവേ ചെയ്ത് നമുക്കൊന്ന് ഗുഡായിട്ട് പോവാം. അവിടെ ഒരു വില്ലേജ് ഔട്ട് പോസ്റ്റ്. ഇവിടെ വില്ലേജ് കാണാൻ ചാൻസ് ഇല്ലേ? കാണണ്ടേ ആണല്ലോ ഗീസ്. ഇത് അവിടെ ഒരു വില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ട് കേട്ടോ.
അങ്ങോട്ട് കയറി ചെല്ലണോ? നോക്കാം. എന്തിനും വന്നില്ലേ? സ്കെൽട്ടനെ കൊണ്ട് ഞാൻ തോറ്റി. എവിടെ തിരിഞ്ഞാലും സ്കെൽട്ടനാണല്ലോ. ഇവിടെ കുറേ എണ്ണം ഉണ്ടല്ലോ ഇനി. എൻ്റെ മുന്നിൽ എന്തുവാടാ ഇത്? ഓ എൻ്റെ മുന്നേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പവറാക്കാം. അപ്പം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇനി ആഴ്ചയിലായിട്ടേ വരത്തുള്ളൂ കേസ്. എന്നും വരത്തില്ല. ഇനി അടുത്ത ആഴ്ച നമുക്ക് ഇനി ബേസൊക്കെ സെറ്റ് ചെയ്ത് മൈൻക്രാഫ്റ്റ് വീഡിയോ എടുക്കാം. അപ്പം എല്ലാവർക്കും ബൈ ഗേസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആരും മറക്കരുത് കേസ്, സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, കാരണം നമുക്ക് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ് കേസൊക്കെ. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ബൈ ഗേസ്.